The question, write the vector w equal to 1, 1, 1 as a linear combination of vectors in the set s equal to v1, v2, v3. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 1 എന്ന് പറയുന്ന ഈ w എന്ന് പറയുന്ന ഈ വെക്ടർ ഈ v1, v2, v3യുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് v1, v2, v3. അപ്പോൾ w ഈക്വൽ ടു a1 v1 പ്ലസ് a2 v2 പ്ലസ് a3 v3 ഇങ്ങനെ എഴുതിയിട്ട് a1 a2 a3 കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ എഴുതിയ ദിറ്റ് ഈസ് ഈക്വൽ ടു w ഇതാണ്. അപ്പം a1 പ്ലസ് 0 a2 മൈനസ് a3 ഈക്വൽ ടു 1 അതാണ് a1 മൈനസ് a3 ഈക്വൽ ടു 1. അതുപോലെ തന്നെ അടുത്ത് എഴുതുക 2a1 പ്ലസ് 1a2 പ്ലസ് 0a3 ഈക്വൽ ടു 1 അതും എഴുതി. പിന്നെ അടുത്ത് എഴുതുക മൂന്നാമത്തെ എഴുതുക. അപ്പോൾ 3 കിട്ടി, 3 ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമ്മൾ മെട്രിക്സിൽ പഠിപ്പിച്ചല്ലേ, ഇതാണ് എക്സ് കമ്പോണൻറ്റ്, ഇത് എക്സ് വൈ സെഡ്. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. a1 a2 a3 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതാ എ എന്ന മെട്രിക്സ്, ഇത് എ, ഇത് എക്സ്, ഇത് ബി, എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിൽ എഴുതണം. എ എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യൻ്റെ ഇതിൻ്റെ അൺനോൺസിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ബി എന്ന് പറയുന്നത് 1, 1, 1. എക്സ് എന്ന് പറയുന്നത് അൺനോൺ a1 a2 a3 ആണ്. ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പം എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതി, എന്നിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സ് എടുക്കുക, എ ബി എടുക്കുക. ഇതാ എ ബി എടുത്തു. എന്നിട്ട് ഇത് റോ റെഡ്യൂസ്ഡ് എഷെലോൺ ഫോമിലേക്ക് വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ആദ്യം ചെയ്യേണ്ടത് ഇതാ ഈ 1 താഴെയുള്ള ഈ 2 0 ആക്കണം. അപ്പോൾ 2 0 ആക്കാനായിട്ട് എന്ത് ചെയ്യണം, R2 റോ 2നെ എന്ത് ചെയ്യണം, റോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ R2 മൈനസ് 2R1. പിന്നെ ഈ 3 0 ആക്കണം. അപ്പോൾ R3 ബിക്കം R3 മൈനസ് 3R1. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി. ഇനി റോ എഷെലോൺ ഫോമിലേക്ക് വരാനായിട്ട് ഇത് 0 ആക്കണം. ഇത് 0 ആക്കാനായിട്ട് എന്ത് ചെയ്യണം, R3 ബിക്കം R3 മൈനസ് 2R2. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതാണ് കിട്ടിയത്. ദെൻ ഇതിൻ്റെ റോ എത്രയാ, റോ ഓഫ് എ ബിയുടെ റോ ഇതാണ്. എ ബിയുടെ റോയും എയുടെ റോയും റാങ്കും, എ ബിയുടെ റാങ്കും ഇത് എ ബി, ഇത് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും 2 തന്നെയാണ്. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ റാങ്ക് എത്രയാണ്, 2 ആണ്. എത്ര അൺനോൺ ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്. അപ്പം നമ്മൾ 3 മൈനസ് 2 ഈക്വൽ ടു 1. ഒരു അൺനോണിനെ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഉണ്ടോ a1 മൈനസ് a3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഇത് 0 ആണ്. a2 പ്ലസ് 3a3 ഈക്വൽ ടു മൈനസ് 1 അത് കിട്ടി. എന്നിട്ട് നമ്മൾ a3ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അൺനോൺ വാല്യൂ കൊടുക്കണം. a3 ഈക്വൽ ടു ടി എന്ന് എടുക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷൻ എന്താവും, a1 ഈക്വൽ ടു ടി പ്ലസ് 1, a2 ഈക്വൽ ടു മൈനസ് 2t പ്ലസ് 1. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫോമിലേക്ക് എഴുതി. a1 a2 a3 ഈ ഫോമിലേക്ക് എഴുതി. a1 ഈക്വൽ ടു ടി പ്ലസ് 1, a2 ഈക്വൽ ടു മൈനസ് 2t മൈനസ് 1, a3 ഈക്വൽ ടു ടി, a3 ഈക്വൽ ടു ടി അങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ടിക്ക് ഒരു ആർബിട്രറി വാല്യൂ, ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കുക. ടി ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താവും, a1 ഈക്വൽ ടു ടിക്ക് 1 പ്ലസ് 1, a1 ഈക്വൽ ടു 1 പ്ലസ് 1 2, a2 ഈക്വൽ ടു മൈനസ് 2 മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് 3, a3 ഈക്വൽ ടു 1 എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക്
A1 A2 A3യുടെ വാല്യൂ കിട്ടി. A1 A2 A3യുടെ വാല്യൂ. അപ്പോൾ W ഈക്വൽ ടു A1 V1 പ്ലസ് A2 V2 പ്ലസ് A3 V3. അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ W ഈക്വൽ ടു ദിസ്. ഇതാണ് നമ്മൾ ഈ Wനെ V1 V2 V3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഈ Wനെ V1 V2 V3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് ദ വെക്ടർ W ഈക്വൽ ടു 1 മൈനസ് 2 1 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്ടേഴ്സ് ഇൻ ദ സെറ്റ് S ഈക്വൽ ടു V1 V2 V3. അപ്പോൾ ഇതാണ് V1, ഇത് V2, ഇത് V3. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ Wനെ A1 A2 A3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം A1 V1 പ്ലസ് A2 V2 പ്ലസ് A3 V3 ഈക്വൽ ടു W എന്ന് എടുക്കുക. അപ്പോൾ ഇതാ A1 V1 പ്ലസ് A2 V2 പ്ലസ് A3 V3 ഈക്വൽ ടു W. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? A1 മൈനസ് A3 ഈക്വൽ ടു 1. A1 ഇത് 0 ആണ്, മൈനസ് A3 ഈക്വൽ ടു 1. 2A1 പ്ലസ് A2 ഈക്വൽ ടു മൈനസ് 2. 3A1 പ്ലസ് 2A2 പ്ലസ് A3 ഈക്വൽ ടു 2. ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഇത് AX ഈക്വൽ ടു B എന്ന ഫോമിൽ എഴുതി. അപ്പം എന്നിട്ട് അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇത് കിട്ടി. 1 മൈനസ് 2 2 ഇവിടെ എഴുതി. ഇത് A1 1A1 A2 ഇല്ല, അപ്പോൾ 0 എഴുതി. A3യുടെ കോഎഫിഷ്യൻ്റ് -1. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 0 ആക്കുക. ഇത് 0 ആക്കുക. രണ്ടാമത്തെ ഇത് 0 ആക്കുക. 0 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? R2 ബിക്കം R2 മൈനസ് 2R1. അപ്പോൾ ഇങ്ങനെ കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് 0 ആക്കി. അത് 0 ആക്കാനായിട്ട് ഇത് R3 ബിക്കം R3 മൈനസ് 3R1. അത് 0 ആക്കി. അപ്പോൾ ഇങ്ങനെ കിട്ടി. ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ഇതാണ് പിവട്ട് എലമെന്റ്. അപ്പോൾ ഈ 2 0 ആക്കണം. അങ്ങനെ R3 ബിക്കം R3 മൈനസ് 2R2. അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി. അപ്പം AB-യുടെ റാങ്ക് എത്രയാ? ഇതാണ് AB. AB-യുടെ റാങ്ക് 1 2 3 3 ആണ് AB-യുടെ റാങ്ക്. എയുടെ റാങ്കോ? എയുടെ റാങ്ക് ഇതാണ്. എയുടെ റാങ്ക് 1 2 2 ഉള്ളൂ. അപ്പം എയുടെ റാങ്ക് 2ഉം AB-യുടെ റാങ്ക് 3ഉം ആണ്. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് AB ആണ്. അപ്പോൾ എന്തില്ല? ഇതിന് സൊല്യൂഷൻ ഇല്ല. The system of equation is inconsistent, which means that there is no solution. Consequently, W cannot be written as a linear combination of V1, V2, V3. ഇതാണ് അടുത്ത്. ഓക്കെ. നെക്സ്റ്റ്, സ്പാനിങ് സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ്. എന്താണ് സ്പാനിങ് സെറ്റ് എന്നാണ് പറയുന്നത്? ഒരു വെക്ടർ സ്പേസ് V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ്. S is V1, V2, V3 be a subset of the vector space V. S എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് S. The set S is a spanning set of V when every vector in V can be written as a linear combination of vectors in S. In such a case, it is said that S span V. ഇതാണ്. എന്ന് പറഞ്ഞാൽ ഈ V ഒരു സെറ്റ്, ഒരു വെക്ടർ സ്പേസ് എസ് അതിൻ്റെ സബ്സെറ്റ്. ഈ എസ് വി സ്പാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ വിയിലെ ഏതൊരു എലമെന്റിനെയും, വിയിലെ ഒരു എലമെന്റാണ് സ്മോൾ വെക്ടർ വി. ഇതിനെ നമ്മൾ ഈ എസിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമെങ്കിൽ ഈ വിയിലെ ഏതൊരു എലമെന്റിനെയും എസിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് പറയും? എസ്, ഈ സബ്സെറ്റ് എസ് സ്പാൻ വി എന്ന് പറയും. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഇതുണ്ടോ, സ്പേസിലെ R3-ലെ 3 വെക്ടർ എടുത്തു. 1 0 0 0 1 0 0 0 1. ഇത് R3-ലെ 3 വെക്ടറാണ്. അപ്പോൾ U എന്ന് പറയുന്ന ഏതെങ്കിലും R3-ലെ ഒരു വെക്ടർ എടുക്കുക. അതിൻ്റെ കോർഡിനേറ്റർ U1 U2 U3. അങ്ങനെയാണെങ്കിൽ ഈ U1 എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 എണ്ണത്തിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. എന്താ? U ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും.
യു ഈക്വൽ ടു u1 ആയിട്ട് ഇത് പ്ലസ് u2 ദിസ് പ്ലസ് u3 ദിസ് ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എസ് ആർ ക്യൂബ് സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇനി വേറെ ഉദാഹരണം, എസ് എന്ന് പറയുന്ന സെറ്റ് 1x x² ആണ്. സ്പാൻ P2 എനി P2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സെറ്റാണ്. Px ഈക്വൽ ടു a പ്ലസ് bx പ്ലസ് cx² ഇൻ P2 ക്യാൻ ബി റിട്ടൺ ആസ്. ഏതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് a പ്ലസ് bx പ്ലസ് cx². അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെന്താ a ഇൻറ്റു 1 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് സി ഇൻറ്റു x² എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഏതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എസിന്റെ 1x x² ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എസിന് എന്ത് ചെയ്യും? എസ് സ്പാൻ P2 സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ. ഓക്കെ.